ഇടയ്ക്കിടയ്ക്ക് മധുരം കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയൊരു പുഡിംഗ് റെസിപ്പി ആയിട്ടോ. അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, നല്ല വായിലിട്ടാൽ അലിഞ്ഞു പോകും, ടേസ്റ്റിയും സിമ്പിളും ആയിട്ടുള്ളൊരു പുഡിംഗ് റെസിപ്പി ആയിട്ടാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അതിന് ആവശ്യമായിട്ടുള്ള ഐറ്റങ്ങൾ: ഒരു ബൗളെടുത്ത് ബൗളിലേക്ക് 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലവറും 1 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡറും ആവശ്യത്തിന് പാലും ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതുപോലെ തന്നെ അടുത്തൊരു ബൗളെടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കസ്റ്റാർഡ് പൗഡറും ആവശ്യത്തിന് പാലും ഒഴിച്ച് അതും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാവേ. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് പാൻ ചൂടായി വരുമ്പോഴത്തേക്ക് ആവശ്യത്തിനുള്ള പാലും മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന കസ്റ്റാർഡിൻ്റെ മിക്സും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി ഫ്ലേവറിന് വേണ്ടി വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഇതെല്ലാം ഒന്ന് ഒരു തിക്ക് വരുവാകുമ്പോഴത്തേക്ക് നമുക്കൊന്ന് മാറ്റാം. അതുപോലെ തന്നെ വീണ്ടും പാല് ചൂടാകുമ്പോഴത്തേക്കും കൊക്കോ പൗഡറിൻ്റെ മിക്സും കൂടെ ചേർത്ത് കൊടുത്ത് അത് നല്ലതായിട്ട് തിക്കാക്കി എടുക്കാം. അതിൽ മിൽക്ക് മെയ്ഡ് ചേർക്കാൻ മറക്കില്ലെങ്കിൽ കേട്ടോ. പിന്നെ നമുക്ക് വിപ്പിംഗ് ക്രീം നന്നായിട്ട് വിപ്പ് ചെയ്ത് മാറ്റി വെക്കാവേ. ഇനി നമുക്ക് ഒരു സെർവിങ് ബൗളിലോട്ട് നിങ്ങൾക്ക് ഏത് ബിസ്ക്കറ്റാണോ ഇഷ്ടപ്പെട്ടുള്ളത് ആ ബിസ്ക്കറ്റ് ഒരു കണ്ടൻസ് മിൽക്ക് ചേർത്ത പാലിലേക്ക് മുക്കി നമുക്ക് നന്നായിട്ട് ഇതിലോട്ടൊന്ന് ഓരോന്നോരോന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് നിങ്ങളെ ട്രേയുടെ മോഡൽ അനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ ഒരു ലെയർ കൊടുക്കാൻ പോകുന്നത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡിൻ്റെ മിക്സ് ആയിട്ടോ. അത് നന്നായിട്ട് സെറ്റ് ആയിട്ടിരിപ്പുണ്ട്. അത് നമുക്ക് ഒരു ലെയറായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാവേ. അത് ഇളം ചൂടോടെ വേണമെങ്കിലും ഒഴിക്കാം, സെറ്റാക്കി വേണമെങ്കിലും ഒഴിക്കാം. അടുത്തത് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീമും കൂടെ സെറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് നമ്മൾ മുകളിലേക്ക് ഒഴിക്കുന്നത് നമ്മളെ കൊക്കോ പൗഡറിൻ്റെ മിക്സ് ആയിട്ടോ. അതും ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും നമ്മൾ അടുത്തതായിട്ട് നമ്മൾ വീണ്ടും വിപ്പിംഗ് ക്രീമിൻ്റെ ഒരു ലെയറും കൂടെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുവാണ്. ഇത് സെറ്റ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂറോളം നമുക്കത് ഫ്രിഡ്ജിൽ വെക്കാവേ. അതിനുശേഷം നമുക്ക് എങ്ങനെയാണോ ഡെക്കറേഷൻ ചെയ്യണം അതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പം ഒരു ലെയറിൽ കുറച്ച് ബിസ്ക്കറ്റും ക്രഷ് ചെയ്തിട്ട് കൊടുത്ത് കുറച്ച് ബൂസ്റ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്ക് ഒരു അരമണിക്കൂർ സെറ്റ് ചെയ്ത് എടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ സിമ്പിളായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.